ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മെമ്മറി കാർഡോ പെൻ ഡ്രൈവോ ഹാർഡ് ഡിസ്കോ അങ്ങനെ എന്തോ ആയിക്കോട്ടെ, ഇപ്പോൾ നിങ്ങൾക്കത് കിട്ടുകയാണെങ്കിൽ അതിൽ ഹിഡൻ ഫയൽസ് ഉണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് ഷോ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു ഫയൽ ഹൈഡ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പെൻ ഡ്രൈവ് കിട്ടിയിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ഒന്നും കാണിക്കുന്നില്ല. പക്ഷെ അതിനകത്ത് 2 പോയിൻറ്റ് സംതിങ് ഉണ്ട്, സ്പേസ് ഫ്രീ ആയിട്ടുണ്ട്. ബാക്കി സ്പേസിൽ എന്തോ ഹൈഡായി കിടക്കുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് വ്യൂ ചെയ്യിക്കണം. ജസ്റ്റ് നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് വ്യൂ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓപ്ഷനിൽ ചേഞ്ച് ഫോൾഡർ ആൻഡ് സെർച്ച് ഓപ്ഷൻ. ഇപ്പോൾ വിൻഡോസ് 7 ആണെങ്കിൽ നേരെ വ്യൂവിൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഇതുപോലെ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ വ്യൂ കൊടുക്കുക. ജസ്റ്റ് ഷോ ഹിഡൻ ഫയൽസ് ഫോൾഡർ ആൻഡ് ഡ്രൈവ് അതിൽ ടിക്ക് ചെയ്ത് അപ്ലൈ കൊടുത്താൽ നിങ്ങൾക്ക് ഹൈഡായി കിടന്നിരിക്കുന്ന ഫയൽസ് നിങ്ങൾക്ക് ഷോ ആവും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു സിനിമയും ഒരു ഡോക്യുമെൻറ്റും ആണ് ഹൈഡായി കിടന്നിരുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും ഒരു ഫയൽ ഹൈഡ് ചെയ്ത് കാണിക്കണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആ ഫയൽ സെലക്ട് ചെയ്തിട്ട്, ഇപ്പോൾ ഞാൻ തിരിച്ച് ആ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യണം. ഓപ്ഷനിൽ പോയിട്ട് ഇതിൽ പോയിട്ട് ഡോണ്ട് ഷോ ഹിഡൻ ഒബ്ജക്ട്സ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഹൈഡ് ആവാത്ത ഈ മൂവി ഞാൻ ഹൈഡ് ചെയ്യാൻ പോവുകയാണ്. ജസ്റ്റ് വീണ്ടും തിരിച്ച് ഇതിൽ പോയിട്ട് വ്യൂവിൽ പോയിട്ട് സെലക്ട് ചെയ്തിട്ട് വ്യൂവിൽ പോയിട്ട് ഹൈഡ് സെലക്റ്റഡ് ഐറ്റം കൊടുക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് അത് ഹൈഡ് ആയിക്കോളും. ഇത് നിങ്ങൾക്ക് കാണില്ല. അത് ഇത് നിങ്ങൾ തിരിച്ച് പോയിട്ട് നേരത്തെ ചെയ്തതുപോലെ വ്യൂവിൽ പോയിട്ട് ഷോ ഹിഡൻ ഫയൽസിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഹൈഡ് ആയിട്ടുള്ളത് കാണുള്ളൂ. ഇനി അത് തിരിച്ച് പെർമനൻ്റായിട്ട് ഷോ ആവണമെങ്കിൽ നിങ്ങൾ ആ ഫയൽസ് രണ്ടും സെലക്ട് ചെയ്യുക. ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് വ്യൂവിൽ പോയിട്ട് ഹൈഡ് സെലക്റ്റഡ് ഐറ്റംസ് എന്നുള്ള സെലക്ഷൻ അൺസെലക്ട് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ നേരത്തെ കൊടുത്തിരുന്ന ഓപ്ഷൻ മാറ്റി കൊടുത്താലും നിങ്ങൾക്കത് കാണാൻ സാധിക്കും. അത് നമ്മളിപ്പോൾ ഹൈഡ് സെലക്റ്റഡ് ഐറ്റംസ് എന്നുള്ളത് അൺടിക്ക് ചെയ്തുകൊണ്ടാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാം. മറക്കാതെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.